ഡിയർ സ്റ്റുഡൻസ്, നമ്മൾ നോൺ അക്വസ് സോൾവെൻസിനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നോൺ അക്വസ് സോൾവെൻസിലെ റിയാക്ഷൻസ് ഇൻ ലിക്വിഡ് അമോണിയ എന്നുള്ള പോർഷനാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതിൽ നമ്മൾ ലിക്വിഡ് അമോണിയ സൊല്യൂഷൻസ്, ആൽക്കലി മെറ്റൽസ് ലിക്വിഡ് അമോണിയയിൽ തരുന്ന സൊല്യൂഷൻ്റെ കളറാണ് നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത്. ആൽക്കലി മെറ്റൽ സൊല്യൂഷൻ ഇൻ ലിക്വിഡ് അമോണിയ ബ്ലൂ ഇൻ കളർ എന്നാണ് നമ്മൾ പറഞ്ഞത്. അതിൻ്റെ റീസണും നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഇനി നമുക്ക് റെഡ്യൂസിങ് പ്രോപ്പർട്ടീസ് ആണ് ഡിസ്കസ് ചെയ്യേണ്ടത്. ഓക്കെ, അതായത് റിയാക്ഷൻസ് ഇൻ മെറ്റൽ അമോണിയ സൊല്യൂഷൻസ്. നമ്മൾ ആൽക്കലി മെറ്റൽസിൻ്റെ ഡൈല്യൂട്ട് സൊല്യൂഷൻസൊക്കെ അമോണിയയിൽ സ്ട്രോങ് റെഡ്യൂസിങ് പ്രോപ്പർട്ടീസാണ് കാണിക്കുക. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ആൽക്കലി മെറ്റൽ സൊല്യൂഷൻസിൽ എന്തുണ്ട്, ആ സൊല്യൂഷൻ ആൽക്കലി മെറ്റൽസ് അമോണിയയിൽ ഡിസോൾവ് ചെയ്ത് കഴിഞ്ഞാൽ അമോണിയേറ്റഡ് ആയിട്ടുള്ള കാറ്റയോൺസും ഉണ്ടാവും, അമോണിയേറ്റഡ് ഇലക്ട്രോൺസും ഉണ്ടാവുമെന്ന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ അങ്ങനെയാണ് അത് എക്സ്പ്ലെയിൻ ചെയ്തത്. അതായത് ഓൺ സ്റ്റാൻഡിങ് ദേ സ്ലോലി റിലീസ് ഹൈഡ്രജൻ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എങ്ങനെയാണ് അത് എന്തുകൊണ്ടാണ് അത് കണ്ടക്ഷൻ കാണിക്കുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തു. ഈ ഇക്വേഷനെ ബേസ് ചെയ്തിട്ടാണ് നമ്മളത് ഡിസ്കസ് ചെയ്തത്. അതായത് മെറ്റൽസ് അമോണിയയിൽ ഡിസോൾവ് ചെയ്ത് കഴിഞ്ഞാൽ ആ അമോണിയേറ്റഡ് കാറ്റയോൺ, അതായത് സോൾവേറ്റഡ് ആയിട്ടുള്ള കാറ്റയോൺ മെറ്റലുണ്ടായിരിക്കും, അതുപോലെ ഇലക്ട്രോൺസും ഉണ്ടായിരിക്കും. അമോണിയേറ്റഡ് ആൽക്കലി മെറ്റൽ കാറ്റയോൺസ് ആൻഡ് അമോണിയേറ്റഡ് ഇലക്ട്രോൺസ്. അപ്പോൾ ഈ ഫ്രീ ഇലക്ട്രോൺസ് ഉള്ളത് കൊണ്ട് തന്നെ എന്താണ്, നമുക്ക് ഈ റെഡ്യൂസിങ് പ്രോപ്പർട്ടീസിനെ എക്സ്പ്ലെയിൻ ചെയ്യാൻ ആ ഫ്രീ ഇലക്ട്രോൺസിൻ്റെ പ്രസൻസ് നമുക്ക് പറയാം. ദ ഡൈല്യൂട്ട് സൊല്യൂഷൻസ് ഓഫ് ആൽക്കലി മെറ്റൽസ് ഇൻ അമോണിയ ഹാവ് സ്ട്രോങ് റെഡ്യൂസിങ് പ്രോപ്പർട്ടീസ് ഓൺ അക്കൗണ്ട് ഓഫ് ദ പ്രസൻസ് ഓഫ് ഫ്രീ ഇലക്ട്രോൺസ്. ഓക്കെ, ഈ ഫ്രീ ഇലക്ട്രോൺസ് കാരണമാണ് ഈ സൊല്യൂഷൻസ് റെഡ്യൂസിങ് പ്രോപ്പർട്ടി കാണിക്കുന്നത്. ഇൻ സച്ച് സൊല്യൂഷൻസ് ദ സോൾവേറ്റഡ് ഇലക്ട്രോൺ ഈസ് ഇൻ എ സ്റ്റേറ്റ് വിച്ച് റിസംബിൾസ് what is quantum mechanically referred to as free electron. The sea of free electron present makes them strong reducing agents. അതായത് ഈ സോൾവേറ്റഡ് ഇലക്ട്രോൺസ് നമ്മൾ ക്വാണ്ടം മെക്കാനിക്കലി പറയുകയാണെങ്കിൽ ദറ്റ് ഇസ് എ ഫ്രീ ഇലക്ട്രോൺ. ഈ ഫ്രീ ഇലക്ട്രോണിൻ്റെ ആ പൂളാണ് എന്ത് ചെയ്യുന്നത്, സ്ട്രോങ് റെഡ്യൂസിങ് ഏജൻ്റ് ആക്കിയിട്ട് അതിനെ മാറ്റുന്നത്. ഓക്കെ, അപ്പോൾ ഈ സോൾവേറ്റഡ് ഇലക്ട്രോൺ, അമോണിയേറ്റഡ് ഇലക്ട്രോൺസിനെ ഫ്രീ ഇലക്ട്രോൺസ് ആയിട്ടാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. ദാറ്റ് ഫ്രീ ഇലക്ട്രോൺസ് ആർ റെസ്പോൺസിബിൾ ഫോർ ദ റെഡ്യൂസിങ് പ്രോപ്പർട്ടി ഓഫ് സച്ച് സൊല്യൂഷൻസ്. എക്സാമ്പിൾ കാണിക്കുന്നുണ്ട്. അമോണിയം സാൾട്ട് ഡീകളറൈസ് ദ ബ്ലൂ സൊല്യൂഷൻസ് ഓഫ് ആൽക്കലി മെറ്റൽസ് ഇൻ ലിക്വിഡ് അമോണിയ ലിബറേറ്റിംഗ് അമോണിയ ആൻഡ് ഹൈഡ്രജൻ. അമോണിയം സാൾട്ട്സ് എന്ത് ചെയ്യുന്നു, ഈ ആൽക്കലി മെറ്റൽസ് ലിക്വിഡ് അമോണിയയിൽ ഡിസോൾവ് ചെയ്ത് കഴിഞ്ഞാൽ ബ്ലൂ സൊല്യൂഷനാണ് ഉണ്ടാവുക. ഈ ബ്ലൂ കളർ സൊല്യൂഷനെ അമോണിയം സാൾട്ട്സ് എന്ത് ചെയ്യുന്നു, അത് ഡീകളറൈസ് ചെയ്യുന്നു, എന്നിട്ട് ലിബറേറ്റ് ചെയ്യുന്നത് അമോണിയയും ഹൈഡ്രജനുമാണ്. ഓക്കെ, അപ്പോൾ അമോണിയം സാൾട്ട്സ് ഡീകളറൈസ് ദ ബ്ലൂ സൊല്യൂഷൻസ് ഓഫ് ആൽക്കലി മെറ്റൽസ് ഇൻ ലിക്വിഡ് അമോണിയ ലിബറേറ്റിംഗ് അമോണിയ ആൻഡ് ഹൈഡ്രജൻ. ഓക്കെ, ഇനി ആൽക്കലി മെറ്റൽ സൂപ്പർ ഓക്സൈഡ്സ് and peroxides containing O2 can be readily prepared in these solutions. എന്താണ്, ആൽക്കലി മെറ്റൽ സൂപ്പർ ഓക്സൈഡ്സും അതുപോലെ പെറോക്സൈഡ്സും നമുക്ക് ഈ സൊല്യൂഷനിൽ പ്രിപ്പയർ ചെയ്യാൻ സാധിക്കും. ലിക്വിഡ് അമോണിയ സൊല്യൂഷനിൽ എന്ത് ചെയ്യാൻ സാധിക്കും, പ്രിപ്പയർ ചെയ്യാൻ സാധിക്കും. ലിക്വിഡ് അമോണിയയിലാണ് നമ്മൾ ഈ സൊല്യൂഷൻസ് ഒക്കെ പ്രിപ്പയർ ചെയ്യുന്നത്. അതായത് ഓക്സിജൻ പ്ലസ് പൊട്ടാസ്യം ഗിവ്സ് potassium superoxide KO2 and O2 minus plus 2Na gives Na2O2 sodium peroxide. ഓക്കെ, അപ്പോൾ ആൽക്കലി മെറ്റൽ സൂപ്പർ ഓക്സൈഡ്സും പെറോക്സൈഡ്സും ഒക്കെ നമുക്ക് എന്ത് ചെയ്യാം, ലിക്വിഡ് അമോണിയ സൊല്യൂഷനിൽ പ്രിപ്പയർ ചെയ്യാൻ സാധിക്കും. അതൊക്കെ അതിൻ്റെ റെഡ്യൂസിങ് പ്രോപ്പർട്ടിയാണ് കാണിക്കുന്നത്. മൂന്നാമത്തത് റെഡ്യൂസിങ് പ്രോപ്പർട്ടിക്ക് മൂന്നാമത്തെ എക്സാമ്പിളാണ് കോംപ്ലക്സസ് ഓർ അതർ സ്പീഷീസ് ഇൻ വിച്ച് ദ മെറ്റൽ ഷോ അൺയൂഷ്വൽ ഓക്സിഡേഷൻ സ്റ്റേറ്റ്സ് can be prepared in metal ammonia solutions. അതായത് അൺയൂഷ്വൽ ഓക്സിഡേഷൻ സ്റ്റേറ്റ് കാണിക്കുന്ന കോംപ്ലക്സുകളെയോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും സ്പീഷീസിനെയോ നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും, മെറ്റൽ അമോണിയ സൊല്യൂഷനിൽ പ്രിപ്പയർ ചെയ്യാൻ സാധിക്കും. എക്സാമ്പിളാണ് ഇറിഡിയം.
IR എന്ന് പറയുന്നത് എന്താണ്? ഇറിഡിയമാണ്. ഇറിഡിയത്തിൻ്റെ കോംപ്ലക്സ് ആണ് ഈ തന്നിരിക്കുന്നത്. ഇറിഡിയം NH3 5 times Br2 plus 2K potassium gives in liquid ammonia gives ഇറിഡിയം NH3 5 times Br plus 2K Br. ഇവിടെ നമ്മൾ സ്റ്റാർട്ടിംഗ് മെറ്റീരിയലിൽ അതിൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഇറിഡിയത്തിൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് എന്ന് പറയുന്നത് +3 ആയിരുന്നു അല്ലേ? സ്റ്റാർട്ടിംഗ് മെറ്റീരിയലിൽ +3 ആയിരുന്നു. എന്നാൽ അത് നമ്മൾ പ്രൊഡക്റ്റിലേക്ക് വന്നപ്പം അതെന്തായി? +1 ആയി അതിൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ്. അതായത് ഇറിഡിയത്തിൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് സ്റ്റാർട്ടിംഗ് മെറ്റീരിയലിൽ +3യും അതിൻ്റെ പ്രൊഡക്റ്റിൽ +1 ആണ്. അതുപോലെ പ്ലാറ്റിനത്തിൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഇവിടെ സ്റ്റാർട്ടിംഗ് മെറ്റീരിയലിൽ +2 ആണ്, ഇവിടെ 0 ആണ്. ഇവിടെ AU എന്ന് പറയുമ്പോൾ ഗോൾഡിൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് സ്റ്റാർട്ടിംഗ് മെറ്റീരിയലിൽ 0 ആണ്, ഇവിടെ -1 ആണ്. അപ്പോൾ നമുക്കിതുപോലെ അൺയൂഷ്വൽ ഓക്സിഡേഷൻ സ്റ്റേറ്റ്സ് കാണിക്കുന്ന കോംപ്ലക്സുകളെ പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ സ്പീഷീസിനെ പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് എന്തുപയോഗിക്കാം? ഈ അമോണിയ, ലിക്വിഡ് അമോണിയ സോൾവെൻറ്റ് നമുക്ക് ഉപയോഗിക്കാം. അതാണ് മൂന്നാമത്തെ റെഡ്യൂസിങ് പ്രോപ്പർട്ടിയിൽ മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അടുത്തത് മെറ്റൽ കാർബണൈൽസ് ആർ റെഡ്യൂസ്ഡ് ടു കാർബണൈൽ മെറ്റലേറ്റ്സ് ബൈ സൊല്യൂഷൻ ഓഫ് ആൽക്കലി മെറ്റൽസ് ഇൻ ലിക്വിഡ് അമോണിയ. മെറ്റൽ കാർബണൈൽസിന് എക്സാമ്പിളാണ് MnO2CO 10 times, FeCO 5 times ഒക്കെ. ഇതിനെയൊക്കെ നമുക്ക് കാർബണൈൽ മെറ്റലേറ്റ്സ് ആക്കിയിട്ട് കൺവേർട്ട് ചെയ്യാൻ സാധിക്കും യൂസിങ് ലിക്വിഡ് അമോണിയ, ആൽക്കലി മെറ്റൽസ് ഇൻ ലിക്വിഡ് അമോണിയ സൊല്യൂഷൻ. ഓക്കെ, ഇതാണ് നാലാമത്തെ റെഡ്യൂസിങ് പ്രോപ്പർട്ടിയിൽ നാലാമത്തെ പോയിന്റ് എന്ന് പറയുന്നത്. അഞ്ചാമത്തത് സം അതർ റിഡക്ഷൻ റിയാക്ഷൻസ് ബ്രോട്ട് അബൌട്ട് ബൈ ആൽക്കലി മെറ്റൽസ് ഇൻ ലിക്വിഡ് അമോണിയ ആർ ഗിവൺ ബിലോ. GeH4 ജർമാനിയത്തിൻ്റെ GeH4 പ്ലസ് സോഡിയം ഇൻ പ്രസൻസ് ഓഫ് ലിക്വിഡ് അമോണിയ ഗിവ്സ് GeH2 പ്ലസ് ഹാഫ് H2 പ്ലസ് Na പ്ലസ്. ക്വസ്റ്റൻസ് ഒക്കെ ജസ്റ്റ് നോക്കുക. ഫോസ്ഫറസിൻ്റെയും ആർസനിക്കിൻ്റെയും കോപ്പറിൻ്റെ ഒക്കെ റിയാക്ഷൻസ് ആണ് ഇതിൽ തന്നിരിക്കുന്നത്. ഓക്കെ, ഇതാണ് അഞ്ചാമത്തെ പ്രോപ്പർട്ടി. അതായത് ഈ 5 ഇക്വേഷൻസ് നമ്മൾ നോക്കി. ഇനി ഇൻ ലിക്വിഡ് അമോണിയ ഹവർ ദ ട്രാൻസ്ഫർ ഓഫ് ഇലക്ട്രോൺസ് ഫ്രം റെഡ്യൂസിങ് ഏജൻറ്റ് ടു ദ സോൾവെൻറ്റ് ഈസ് facilitated as electrons tend to get solvated and stabilized. നമ്മൾ റെഡ്യൂസിങ് ഏജൻറ്റിൽ നിന്നും ട്രാൻസ്ഫർ ഓഫ് ഇലക്ട്രോൺസ് ഫ്രം ദ റെഡ്യൂസിങ് ഏജൻറ്റ് ടു സോൾവെൻറ്റ് എന്ന് പറയുന്ന ആ പ്രോസസ്സ് അപ്പോഴാണല്ലോ നമുക്ക് എന്ത് നടക്കുന്നത്? റിഡക്ഷൻ നടക്കുന്നത്. ഈസ് ഫെസിലിറ്റേറ്റഡ് ആസ് ദ ഇലക്ട്രോൺസ് ടെൻഡ് ടു ഗെറ്റ് സോൾവേറ്റഡ് ആൻഡ് സ്റ്റെബിലൈസ്ഡ്. ആ ഇലക്ട്രോൺസ് സോൾവേറ്റഡ് ആവാനും സ്റ്റെബിലൈസ്ഡ് ആവാനും ശ്രമിക്കുമ്പോൾ ഈ ഇലക്ട്രോണിൻ്റെ ട്രാൻസ്ഫർ റെഡ്യൂസിങ് ഏജൻറ്റിൽ നിന്നും അമോണിയയിലേക്കുള്ള ട്രാൻസ്ഫർ എന്ത് ചെയ്യും? സ്പീഡപ്പ് ആവും. അതായത് അമോണിയയിലേക്ക് എത്തിക്കഴിഞ്ഞാൽ അവിടെ സോൾവേഷൻ കൂടും, സ്റ്റെബിലൈസ്ഡ് ആവും. സ്റ്റെബിലൈസ്ഡ് ആവാനുള്ള ടെൻഡൻസി കൂടും. അതുകൊണ്ട് തന്നെ ഈ റെഡ്യൂസിങ് ഏജൻറ്റിൽ നിന്നും ഇലക്ട്രോൺസ് സോൾവെൻറ്റിലേക്കുള്ള ട്രാൻസ്ഫറിനെ അതെന്ത് ചെയ്യുന്നു? ഫെസിലിറ്റേറ്റ് ചെയ്യുന്നു. Therefore, the oxidants have to compete with the solvent ammonia to accept electrons from the reductants. അപ്പോൾ ഓക്സിഡൻസിന് എന്ത് സംഭവിക്കും? അവയ്ക്ക് ഈ അമോണിയയുമായിട്ട് സോൾവെൻ്റ് അമോണിയയുമായിട്ട് കോമ്പീറ്റ് ചെയ്യേണ്ടി വരും. ഇലക്ട്രോൺസിനെ ഓക്സിഡൻസ് എന്ന് പറഞ്ഞാൽ ഇലക്ട്രോൺസിനെ മേടിക്കുമല്ലോ. അപ്പോൾ ആ ഓക്സിഡൻസിന് അമോണിയയുമായിട്ട് കോമ്പീറ്റ് ചെയ്യേണ്ടി വരുന്നു ഇലക്ട്രോണിന് വേണ്ടി. ഓക്കെ, as a result is seen that the oxidizing power of substances which acts as powerful oxidants in water gets significantly decreased in ammonia. അപ്പോൾ വാട്ടറിൽ ഈ ഒരു കാരണം കൊണ്ട് തന്നെ വാട്ടറിൽ പവർഫുൾ ഓക്സിഡൻ്റ് ആയിട്ടുള്ള പല സബ്സ്റ്റൻസും ലിക്വിഡ് അമോണിയയിൽ അതിൻ്റെ ആ ഓക്സിഡേഷൻ പ്രോപ്പർട്ടി കാണാൻ സാധിക്കുന്നില്ല. കാരണം വാട്ടറിൽ ഓക്സിഡേഷൻ പവർഫുൾ ആയിട്ടുള്ള ഈ ഓക്സിഡൻസിന് അമോണിയയുമായിട്ട് ലിക്വിഡ് അമോണിയയിലാണ് റിയാക്ഷൻ നടത്തുന്നത് എങ്കിൽ അമോണിയയുമായിട്ട് കോമ്പീറ്റ് ചെയ്യേണ്ടി വരുന്നു. ഇലക്ട്രോൺസിന് വേണ്ടി അമോണിയയുമായിട്ട് കോമ്പീറ്റ് ചെയ്യേണ്ടി വരുന്നു. അതുകൊണ്ട് തന്നെ അവരുടെ ആ ഓക്സിഡൈസിങ് പവർ എന്ത് ചെയ്യുന്നു? ഡിക്രീസ് ചെയ്യുന്നു. Thus, HNO3 is non-oxidizing in liquid ammonia, whereas permanganate and halogens
act only as weak oxidants in it. അപ്പോൾ നൈട്രിക് ആസിഡ് എന്ന് പറയുന്നത് ഓക്സിഡേഷൻ വാട്ടറിൽ ഓക്സിഡേഷൻ കാണിക്കുന്ന ഓക്സിഡൈസിങ് ഏജൻ്റ് ആണ് എന്തെന്ന് പറയുന്നത്, ഓക്സിഡൈസ് ചെയ്യാൻ കപ്പാസിറ്റി ഉള്ള ആളാണ് HNO3 എന്ന് പറയുന്നത്. ഈ HNO3ക്ക് ലിക്വിഡ് അമോണിയയിൽ വന്നു കഴിഞ്ഞാൽ നോൺ ഓക്സിഡൈസിങ് ആയി മാറുകയാണ്. അതുപോലെ പെർമാംഗനേറ്റ്, അതുപോലെ ഹാലജൻസ്, ഇതൊക്കെ വാട്ടറിൽ നല്ല ഓക്സിഡൻസ് ആണ്. പക്ഷേ അത് ലിക്വിഡ് അമോണിയയിൽ വന്നു കഴിഞ്ഞാൽ അതിൻ്റെ ഓക്സിഡൈസിങ് പവർ എന്ത് ചെയ്യാണ്, കുറവാവുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് റിഡക്ഷനിൽ നമുക്ക് പറയാനുള്ളത്. അതിൻ്റെ എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. KMnO4 ഓക്സിഡൈസസ് ആൽക്കലി അമൈഡ്സ് ടു നൈട്രജൻ ഇൻ ലിക്വിഡ് അമോണിയ. ഓക്കെ, KMnO4 ആൽക്കലി അമൈഡ്സിനെ എക്സാമ്പിളാണ് KNH2 പൊട്ടാസ്യം അമൈഡ്. എന്ത് ചെയ്യുന്നു, ഓക്സിഡൈസ് ചെയ്യുന്നു. അതുപോലെ I2 അയഡിൻ ആക്ട് എസ് എ വീക്ക് ഓക്സിഡൻ്റ് ഇൻ ലിക്വിഡ് അമോണിയ. അയഡിനും എന്ത് ചെയ്യുന്നു, ലിക്വിഡ് അമോണിയയിൽ വീക്ക് ഓക്സിഡൻ്റ് ആയിട്ടാണ് ആക്ട് ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ പറഞ്ഞ് നമ്മൾ 5 റിയാക്ഷൻസ് നമ്മൾ ഡിസ്കസ് ചെയ്തു. റെഡ്യൂസിങ് പ്രോപ്പർട്ടീസിൽ ഇലക്ട്രോൺസ്, ഫ്രീ ഇലക്ട്രോൺസിൻ്റെ പ്രസൻസ് ആണ് റെഡ്യൂസിങ് പ്രോപ്പർട്ടി കാണിക്കുന്നതിനുള്ള കാരണം. അതിൽ കുറച്ച് എക്സാമ്പിൾസ് നമ്മൾ പറഞ്ഞത്, അമോണിയം സാൾട്ട് എന്ത് ചെയ്യുന്നു, ആൽക്കലി മെറ്റൽ സൊല്യൂഷൻസ് ഇൻ ലിക്വിഡ് അമോണിയയുടെ ബ്ലൂ കളറിനെ ഡീകളറൈസ് ചെയ്തിട്ട് അമോണിയയും ഹൈഡ്രജനും ലിബറേറ്റ് ചെയ്യുന്നു. അതുപോലെ സൂപ്പർ ഓക്സൈഡും പെറോക്സൈഡ്സൊക്കെ പ്രിപ്പയർ ചെയ്യുന്നു. നമ്മൾ ആൽക്കലി മെറ്റൽ സൊല്യൂഷൻസിൻ്റെ സൂപ്പർ ഓക്സൈഡും പെറോക്സൈഡൊക്കെ നമുക്ക് ലിക്വിഡ് അമോണിയയിൽ പ്രിപ്പയർ ചെയ്യാൻ സാധിക്കും. അതുപോലെ അൺയൂഷ്വൽ ഓക്സിഡേഷൻ സ്റ്റേറ്റുള്ള കോംപ്ലക്സുകളെയും സ്പീഷീസിനെയൊക്കെ പ്രിപ്പയർ ചെയ്യാൻ നമ്മൾ ലിക്വിഡ് അമോണിയ സൊല്യൂഷൻസ് ഉപയോഗിക്കാറുണ്ട്. മെറ്റൽ കാർബണൈൽസിനെ കാർബണൈൽ മെറ്റലൈറ്റ്സ് ആക്കിയിട്ട് കൺവേർട്ട് ചെയ്യാൻ നമ്മൾ ലിക്വിഡ് അമോണിയ, ഇതൊക്കെ റിഡക്ഷൻ റിയാക്ഷൻസ് ആണ്. ഇതൊക്കെ നമ്മൾ ലിക്വിഡ് അമോണിയയിൽ ചെയ്യാൻ സാധിക്കും. അതുപോലെ വേറെയും കുറച്ച് ജർമാനിയം, ഫോസ്ഫറസ്, ആർസനിക്, കോപ്പർ അയഡൈഡ്, അതിൻ്റെയൊക്കെ റിഡക്ഷൻ റിയാക്ഷൻസ് നമുക്ക് ഈ ലിക്വിഡ് അമോണിയയിൽ നടത്താൻ സാധിക്കും. ഇനി ലിക്വിഡ് അമോണിയയിൽ വാട്ടറിൽ സ്ട്രോങ് ഓക്സിഡൻസ് ആയിട്ടുള്ള സബ്സ്റ്റൻസുകൾ ലിക്വിഡ് അമോണിയയിൽ അതിൻ്റെ ഓക്സിഡൻസിൻ്റെ പവർ കുറവായിരിക്കും. കാരണം വാട്ടറിലെ ആ ഇലക്ട്രോണിനെ ആക്സെപ്റ്റ് ചെയ്യാനുള്ള അത്രയും കപ്പാസിറ്റിയിൽ എന്ത് ചെയ്യാൻ സാധിക്കില്ല, അമോണിയയിൽ ചെയ്യാൻ സാധിക്കില്ല. കാരണം അമോണിയയുമായിട്ട് എന്ത് ചെയ്യേണ്ടി വരുന്നു, ഓക്സിഡൻസ് ഹാവ് ടു കോമ്പീറ്റ് വിത്ത് ദ സോൾവെൻറ്റ് അമോണിയ ടു ആക്സെപ്റ്റ് ദ ഇലക്ട്രോൺ ഫ്രം ദ റിഡക്റ്റൻസ്. ഓക്കെ, അപ്പോൾ HNO3 എന്ന് പറയുന്നത് നോൺ ഓക്സിഡൈസിങ് ആണ്. അതുപോലെ പെർമാംഗനേറ്റും ഹാലജൻസൊക്കെ വീക്ക് ഓക്സിഡൻസ് ആണ് അമോണിയയിൽ. റിയാക്ഷൻസ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് പറയാനുള്ളത് ആസിഡ് ബേസ് റിയാക്ഷൻസ് ഇൻ ലിക്വിഡ് അമോണിയ, അമോണോ ആസിഡ്സ് ആൻഡ് അമോണോ ബേസസ്. ഓക്കെ, ഈ ഓട്ടോ അയണൈസേഷൻ ഓഫ് അമോണിയ നമ്മൾ നേരത്തെ പറഞ്ഞതാണ്. അമോണിയം അയോണും അമൈഡ് അയോണും ഉണ്ടാവും. ഇനി വേറെ രണ്ട് രീതിയിൽ ഓട്ടോ അയണൈസേഷൻ നടത്തുന്നതാണ് ഇതിൽ കാണിച്ചിരിക്കുന്നത്. ഇവിടെ ഫസ്റ്റ് കേസിൽ നമ്മൾ 2 അമോണിയം മോളിക്യൂളാണ് എടുത്തതെങ്കിൽ ഇവിടെ 3ഉം 4ഉം ഒക്കെയാണ് എടുത്തിരിക്കുന്നത്. ഏത് കേസിലാണെങ്കിലും നമുക്ക് 3NH3 ആണ് നമ്മൾ യൂസ് ചെയ്യണമെങ്കിൽ അമോണിയം അയോണും ഇമൈഡ് അയോണും ആണ് നമുക്ക് ലഭിക്കുന്നത്. എന്നാൽ 4NH3 ആണെങ്കിൽ നമുക്ക് അമോണിയം അയോണും നൈട്രൈഡ് അയോണുമാണ് ലഭിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ സോൾവെൻറ്റ് സിസ്റ്റം കൺസെപ്റ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. According to solvent system concept of acids and bases, any species which increase the concentration of NH4 plus will be an acid, and that acid is known as ammono acid, and one which increases the concentration of NH2 minus or N3 minus will be a base, അതായത് അമോണോ ബേസ്. അതിനെ നമ്മൾ ലിക്വിഡ് അമോണിയയിലായതുകൊണ്ടാണ് നമ്മൾ അതിനെ അമോണോ ആസിഡ് എന്നും അമോണോ ബേസ് എന്നും വിളിക്കുന്നത്. ഇവിടെ നമുക്ക് കിട്ടുന്ന ബേസുകൾ എന്ന് പറയുന്നത് 2 അമോണിയ മോളിക്യൂൾ കമ്പൈൻ ചെയ്തിട്ട് ഓട്ടോ അയണൈസേഷൻ നടക്കുമ്പോൾ അമോണിയം അയോണും അമൈഡ് അയോണുമാണ്. 3 ആണെങ്കിൽ അത് അമോണിയം അയോണും ഇമൈഡ് അയോണുമാണ്. നേരത്തെ ചെറിയൊരു കറക്ഷൻ ഉണ്ടായിരുന്നു. അമോണിയം അയോണും ഇമൈഡ് അയോണുമാണ്. 4NH3 ആണെങ്കിൽ അമോണിയം അയോണും നൈട്രൈഡ് അയോണുമാണ്.
ഇവിടുത്തെ കാറ്റിയോണൊക്കെ സെയിം ആണ്, പക്ഷേ ആനിയോണിൽ ചെറിയൊരു വ്യത്യാസമുണ്ട്. അമൈഡ് അയോണും ഇമൈഡ് അയോണും നൈട്രൈഡ് അയോണുമാണ് നമ്മളെ ആനയോൺസ് എന്ന് പറയുന്നത്. ഓരോ കേസിലും ഓട്ടോ അയണൈസേഷൻ നടക്കുമ്പോഴുള്ള ആനയോൺസ് എന്ന് പറയുന്നത്. ഓക്കെ, നേരത്തെ ഞാനിവിടെ സെയിം ആണ് പറഞ്ഞത്, വ്യത്യാസമുണ്ട്. ഓക്കെ, അപ്പോൾ ഇതാണ് അതിൻ്റെ ഓട്ടോ അയണൈസേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ സോൾവെൻറ്റ് സിസ്റ്റം കൺസെപ്റ്റ് പ്രകാരം കാറ്റിയോണിൻ്റെ കോൺസെൻട്രേഷൻ കൂട്ടുന്നത് എന്താണോ അതാണ് ആസിഡ്, ആനയോണിൻ്റെ കോൺസെൻട്രേഷൻ കൂട്ടുന്നത് എന്താണോ അതാണ് ബേസ്. അപ്പോൾ അതുപോലെ തന്നെയാണ് ഇവിടെ കാറ്റിയോൺ എന്ന് പറയുന്നത് NH4+ ആണ്. ആനയോൺ എന്ന് പറയുമ്പോൾ 3 ഉണ്ട്, NH2-, NH2- ആൻഡ് N3-. ഈ കാറ്റിയോണിൻ്റെ കോൺസെൻട്രേഷൻ കൂട്ടുന്നതിനെ നമ്മൾ അമോണോ ആസിഡ് എന്ന് വിളിക്കും. ആനയോണായിട്ടുള്ള NH2-ൻ്റെയും NH2-ൻ്റെയും N3- ഒക്കെ കോൺസെൻട്രേഷൻ കൂട്ടുന്നതിനെ ബേസ് അല്ലെങ്കിൽ അമോണോ ബേസ് ഇൻ ലിക്വിഡ് അമോണിയ എന്ന് വിളിക്കും. ഓക്കെ, thus all ammonium salts behave as amino acids while all metal amides, metal imides and metal nitrates behave as ammono bases in liquid ammonia. അപ്പോൾ അമോണിയം സാൾട്ട്സോ എല്ലാം അമോണോ ആസിഡ്, കാരണം അമോണിയം സാൾട്ട്സൊക്കെ ഡിസോസിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അയണൈസേഷൻ നടന്നു കഴിഞ്ഞാൽ NH4+ അമോണിയം അയോൺ ഉണ്ടാവുക. അതാണ് കാറ്റിയോൺ എന്ന് പറയുന്നത്. ഓട്ടോ അയണൈസേഷൻ നടക്കുമ്പോഴുള്ള കാറ്റിയോണാണ് അമോണിയം അയോൺ. അപ്പോൾ ഈ അമോണിയം അയോൺ റിലീസ് ചെയ്യുന്നത് കൊണ്ട് അമോണിയം കാറ്റിയോണിൻ്റെ കോൺസെൻട്രേഷൻ കൂടുന്നു. അപ്പോൾ അത് ആസിഡായിട്ട് ആക്ട് ചെയ്യും. ഇനി മെറ്റൽ അമൈഡ്സ് ആണെങ്കിൽ അതിന് അയോണൈസേഷൻ നടന്നു കഴിഞ്ഞാൽ അമൈഡ് തരും. മെറ്റൽ ഇമൈഡ്സിന് അയോണൈസേഷൻ നടന്നു കഴിഞ്ഞാൽ അത് ഇമൈഡ് തരും. അതുപോലെ മെറ്റൽ നൈട്രൈഡ്സിന് അയോണൈസേഷൻ നടന്നു കഴിഞ്ഞാൽ അത് നൈട്രൈഡ്സ് തരും. അതുകൊണ്ട് തന്നെ ഇതിനൊക്കെ നമ്മൾ ലിക്വിഡ് അമോണിയയിൽ ബേസ് ആയിട്ടാണ് കൺസിഡർ ചെയ്യുക. ഓക്കെ, അമോണോ ആസിഡ് NH4Cl, അമോണിയം അയോണും ക്ലോറൈഡ് അയോണും. അമോണിയം അയോണിൻ്റെ കോൺസെൻട്രേഷൻ കൂട്ടുന്നത് ആസിഡ്. അമോണോ ബേസ്, ഇവിടെ നമുക്ക് അമൈഡ് അയോണാണ് ലഭിക്കുന്നത്. അപ്പോൾ അത് അമൈഡ് അയോണിൻ്റെ കോൺസെൻട്രേഷൻ കൂട്ടുന്നത് കൊണ്ട് അത് അമോണോ ബേസ് എന്ന് വിളിക്കും. അതുപോലെ PbNH ഇമൈഡ് അയോൺ കിട്ടും, അമോണോ ബേസ് ആയിട്ട് ആക്ട് ചെയ്യും PbNH എന്ന് പറയുന്നത്. അതുപോലെ ബിസ്മത്ത് നൈട്രൈഡ്, അത് ഡിസോസിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നൈട്രൈഡ് അയോൺ കിട്ടും. അതും എന്താണ്, നമ്മൾ അമോണോ ബേസ് ആയിട്ടാണ് ഇതിനെ കൺസിഡർ ചെയ്യുന്നത്. ഇനി സിൻസ് ലിക്വിഡ് അമോണിയ ഹാസ് സ്ട്രോങ് accepting tendency, it acts as a leveling solvent for those substances which behaves as acid in water, reacting completely to form NH4+ ions. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലിക്വിഡ് അമോണിയ സൊല്യൂഷൻസിന് എന്തുണ്ട്, ആക്സെപ്റ്റിംഗ് ടെൻഡൻസി വളരെ കൂടുതലാണ്. അത് ലെവലിംഗ് സോൾവെൻറ്റ്, വാട്ടറിൽ ആസിഡ് ആയിട്ടുള്ള സബ്സ്റ്റൻസുകൾക്ക് അത് ലെവലിംഗ് സോൾവെൻ്റ് ആയിട്ടാണ് ആക്ട് ചെയ്യുക. ഓക്കെ, ഫോർ എക്സാമ്പിൾ HClO4, HNO3, അസറ്റിക് ആസിഡ്, ഇതിനൊക്കെ അതെന്തായിട്ട് ആക്ട് ചെയ്യും, ലെവലിംഗ് സോൾവെൻ്റ് ആയിട്ട് ആക്ട് ചെയ്യും. ഓക്കെ, അപ്പോൾ വാട്ടറിൽ ആസിഡായിട്ട് ബിഹേവ് ചെയ്യുന്ന സബ്സ്റ്റൻസുകൾക്കൊക്കെയും ലിക്വിഡ് അമോണിയ എന്തായിട്ടാണ് ആക്ട് ചെയ്യുന്നത്, ലെവലിംഗ് സോൾവെൻ്റ് ആയിട്ടാണ് ആക്ട് ചെയ്യുന്നത്. ലെവലിംഗ് സോൾവെൻ്റ് ഒക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അതായത് ഈ NH4+ഉം എൻ്റെ കോൺസെൻട്രേഷനിലേക്ക് ആ ആസിഡിൻ്റെ സ്ട്രെങ്ത്തിനെ അവർ കൊണ്ടുവരികയാണ് ചെയ്യുക. അതൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തതാണ്, എന്താണ് ലെവലിംഗ് സോൾവെൻറ്റ്, ഡിഫറൻഷ്യേറ്റിംഗ് സോൾവെൻ്റ് എന്നൊക്കെ. അതായത് വീക്ക് ആസിഡാണ് അസറ്റിക് ആസിഡ് അല്ലേ. അസറ്റിക് ആസിഡ് വാട്ടറിൽ വീക്ക് ആസിഡാണ്, റിയാക്ട് കംപ്ലീറ്റ്ലി വിത്ത് അമോണിയ ആൻഡ് ആക്ട് സ്ട്രോങ് ആസിഡ്സ് ഇൻ ലിക്വിഡ് അമോണിയ. അപ്പോൾ ലിക്വിഡ് അമോണിയയിൽ നമ്മൾ പെർക്ലോറിക് ആസിഡ് എടുത്താലും HNO3 എടുത്താലും ഇനി അതല്ല അസറ്റിക് ആസിഡ് എടുത്താലും ഒക്കെ എന്താണ്, ഒരേ സ്ട്രെങ്ത്താണ് കാണിക്കുക. വാട്ടറിൽ നമ്മൾ പറഞ്ഞു അസറ്റിക് ആസിഡ് എന്താണ്, സ്ട്രോങ് ആസിഡാണ് എന്ന് പറഞ്ഞു. വാട്ടറിൽ അസറ്റിക് ആസിഡ് വീക്ക് ആസിഡാണെന്ന് നമുക്കറിയാം. പക്ഷേ അമോണിയയിൽ അതെന്താണ്, സ്ട്രോങ് ആണ്. ഇനി അതുപോലെ ചില സബ്സ്റ്റൻസ്, അതായത് യൂറിയ, അസറ്റമൈഡ്, ഇതൊക്കെ എന്താണ്, വിച്ച് ഷോ നോ അസിഡിക് ക്യാരക്ടർ ഇൻ അക്വസ് മീഡിയം ഷോസ് വീക്ക് അസിഡിക് ക്യാരക്ടർ ഇൻ അമോണിയ. നമുക്കറിയാം യൂറിയ, അസറ്റമൈഡൊക്കെ നമ്മൾ സാധാരണഗതിയിൽ ബേസിക് ക്യാരക്ടറാണ് പറയുക. ന്യൂട്രൽ കോമ്പൗണ്ടുകളാണ് യൂറിയ എന്നൊക്കെ പറയുന്നത്. എന്നാലും NH2 ലോൺ പെയർ ഓഫ് ഇലക്ട്രോൺസ് ഉള്ളത് കൊണ്ട് ഇത് ബേസിക് പ്രോപ്പർട്ടീസ് കാണിക്കും. അപ്പോൾ ഈ അസിഡിക് ക്യാരക്ടർ അല്ലാത്ത പ്രോപ്പർട്ടീസാണ്, അസിഡിക് ക്യാരക്ടർ ഒട്ടും തന്നെ കാണിക്കാത്ത യൂറിയയും അസറ്റമൈഡൊക്കെ എന്താണ്, അത് വീക്ക് അസിഡിക് ക്യാരക്ടർ ലിക്വിഡ് അമോണിയ സൊല്യൂഷനിൽ കാണിക്കും. ഓക്കെ, ചെറുതായിട്ട് വീക്ക് അസിഡിക് പ്രോപ്പർട്ടീസ്
കാണിക്കുന്ന കോമ്പൗണ്ടുകളാണ് യൂറിയയും അസറ്റമൈഡും ഒക്കെ. ലിക്വിഡ് അമോണിയയിൽ, വാട്ടറിലല്ല കേട്ടോ. അപ്പോൾ വാട്ടറിൻ്റെ ആസിഡ് ബേസ് റിയാക്ഷൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഇനി മെനി ഓഫ് ദ സബ്സ്റ്റൻസ് വിച്ച് ബിഹേവ്സ് ആസ് എ ബേസ് ഇൻ വാട്ടർ ആർ ഇൻസോല്യൂബിൾ ഇൻ ലിക്വിഡ് അമോണിയ. അപ്പോൾ ആസിഡുകളുടെ കാര്യമാണ് നമ്മൾ നേരത്തെ പറഞ്ഞത്. ഇനി വാട്ടറിൽ ബേസായിട്ട് ബിഹേവ് ചെയ്യുന്ന പല സബ്സ്റ്റൻസുകളും അമോണിയയിൽ എന്താണ്, ഇൻസോല്യൂബിൾ ആണ്. which behave as strong bases in water are soluble in ammonia. However, behaves as strong base in ammonia also, but their basicities are leveled to that of NH2 minus ion. അപ്പോൾ വാട്ടറിൽ സ്ട്രോങ് ബേസ് ആയിട്ടുള്ളത്, വാട്ടറിൽ എന്താണ് ബേസായിട്ട്, അതായത് ബേസിസിറ്റി വളരെ കുറവുള്ള സബ്സ്റ്റൻസ് ഒക്കെ ഇൻസോല്യൂബിൾ ആയിരിക്കും അമോണിയയിൽ. ഇനി വാട്ടറിൽ സ്ട്രോങ് ബേസ് ആണെങ്കിൽ ദേ ആർ സോല്യൂബിൾ ഇൻ ലിക്വിഡ് അമോണിയ, ബട്ട് they behave as strong base in ammonia, but their basicities are leveled to that of NH2 minus ion. ഈ NH2 minus ion-ൻ്റെ അത്ര തന്നെ ബേസിസിറ്റി ആർക്കുണ്ടാവുള്ളൂ, ഏത് സ്ട്രോങ് ബേസ് എടുത്താലും അതിന് ഉണ്ടാവുകയുള്ളൂ. ഓക്കെ, വാട്ടറിലെ സ്ട്രോങ് ബേസ് അമോണിയയിലും സ്ട്രോങ് ബേസ് തന്നെ ആയിരിക്കും, പക്ഷേ ഏത് വരെ അതിൻ്റെ സ്ട്രെങ്ത് ഉണ്ടാവുള്ളൂ, ഈ NH2 മൈനസിൻ്റെ സ്ട്രെങ്ത് വരെ അതിന് ഉണ്ടാവുള്ളൂ. ഓക്കെ, ഇനി നമ്മൾ വാട്ടറിൽ ന്യൂട്രലൈസേഷൻ റിയാക്ഷൻസ് പറയും. ആസിഡും ബേസും കൂടി കമ്പൈൻ ചെയ്തിട്ട് വാട്ടർ ഉണ്ടാവുന്ന, അതാണ് ന്യൂട്രലൈസേഷൻ റിയാക്ഷൻ എന്ന് പറയുന്നത്. ലിക്വിഡ് അമോണിയയിൽ അമോണോ ആസിഡും അമോണോ ബേസും റിയാക്ട് ചെയ്തിട്ട് സാൾട്ടും അമോണിയയും ഉണ്ടാവും. വാട്ടറിലാണെങ്കിൽ സാൾട്ടും വാട്ടറും ഉണ്ടാവും, അതാണ് വാട്ടറിലെ ന്യൂട്രലൈസേഷൻ റിയാക്ഷൻ. ലിക്വിഡ് അമോണിയയിലാണെങ്കിൽ അമോണോ ആസിഡും അമോണോ ബേസും കൂടെ കമ്പൈൻ ചെയ്തിട്ട് സാൾട്ടും അമോണിയയും ഉണ്ടാവും. ഇതിനുള്ള എക്സാമ്പിളാണ് ആസിഡ് ബേസ് റിയാക്ഷനാണ് വാട്ടറിലുള്ള, അമോണിയയിലുള്ള. അമോണിയം സോൾട്ട്സ് ഇൻ ലിക്വിഡ് അമോണിയ ആക്ട് ആസ് ആസിഡ്സ്, അത് നമുക്കറിയാം. ആൻഡ് ന്യൂട്രലൈസ് മെറ്റൽ അമൈഡ്സ്, ഇമൈഡ്സ് ആൻഡ് നൈട്രേറ്റ്സ് വിച്ച് ആക്ട് ആസ് ബേസസ് ടു ഫോം സോൾട്ട്സ്. ഓക്കെ, അതിന് എക്സാമ്പിളാണ് അമോണിയം ക്ലോറൈഡ്, അത് ആസിഡാണ്, അമോണോ ആസിഡാണ്. KNH2 അമോണോ ബേസ് ആണ്, നമ്മൾ നേരത്തെ പറഞ്ഞു. ലിക്വിഡ് അമോണിയയിൽ KCl-ഉം അമോണിയയും തരും. KCl സോൾട്ട്, അമോണിയ അതിൻ്റെ സോൾവെൻറ്റ്. ഓക്കെ, മറ്റുള്ള എക്സാമ്പിൾസൊക്കെ നോക്കി വയ്ക്കുക. ഇനി അസറ്റമൈഡും അതുപോലെ യൂറിയയും ആക്ട് ആസ് ആസിഡ്സ്. ലിക്വിഡ് അമോണിയയിൽ ഇത് രണ്ടും എന്താണ്, ആസിഡായിട്ടാണ് ആക്ട് ചെയ്യുന്നത്. അതിനെ നമ്മൾ അമോണോ ആസിഡ്സ് എന്ന് വിളിക്കും. ആൻഡ് ആൽക്കലി മെറ്റൽ അമൈഡ്സുമായിട്ട് അത് റിയാക്ട് ചെയ്തിട്ട് ഇതുപോലെ എന്ത് ചെയ്യുന്നു, സോൾട്ട് ഫോം ചെയ്യുന്നു. അസറ്റമൈഡും യൂറിയയും ഉള്ള റിയാക്ഷനാണ്. ആൽക്കലി മെറ്റൽ അമൈഡ്സുമായിട്ട് റിയാക്ഷൻ നടന്നിട്ട് എന്ത് തരുന്നു, നമുക്ക് സോൾട്ടും അമോണിയയും തരുന്നു. ഓക്കെ, അടുത്തത് പ്രസിപ്പിറ്റേഷൻ റിയാക്ഷനാണ്. അപ്പോൾ നമുക്കിനി പറയാനുള്ളത് പ്രസിപ്പിറ്റേഷൻ റിയാക്ഷനാണ്. പ്രസിപ്പിറ്റേഷൻ റിയാക്ഷനിൽ നമ്മൾ വാട്ടറിൽ അക്വസ് സൊല്യൂഷനിൽ പ്രസിപ്പിറ്റേഷൻ റിയാക്ഷൻ നടക്കണ പോലെ തന്നെ ലിക്വിഡ് അമോണിയയിലും പ്രസിപ്പിറ്റേഷൻ റിയാക്ഷൻ നടക്കും. പക്ഷേ ഈ സോലിബിലിറ്റീസ്, കോമ്പൗണ്ട്സിൻ്റെ സോലിബിലിറ്റി ലിക്വിഡ് അമോണിയയിൽ ഡിഫറെൻ്റ് ആണ്. നമ്മൾ വാട്ടറിനെ വെച്ച് നോക്കുമ്പോൾ ലിക്വിഡ് അമോണിയയിൽ സോലിബിലിറ്റി ഡിഫറെൻ്റ് ആണ്. അപ്പോൾ നമ്മൾ ഈ വാട്ടറിൽ നടക്കുന്നതും അമോണിയയിൽ നടക്കുന്നതുമുള്ള പ്രസിപ്പിറ്റേഷൻ റിയാക്ഷൻസ് എൻറ്റയർലി ഡിഫറെൻ്റ് ആണ്. ഓക്കെ, നമുക്ക് കുറച്ച് എക്സാമ്പിൾസ് നോക്കാം. റിയാക്ഷൻ ബിറ്റ്വീൻ സൊല്യൂഷൻസ് ഓഫ് AgCl ആൻഡ് KNO3 ഇൻ ലിക്വിഡ് അമോണിയ. ഇപ്പോൾ AgCl-ഉം പൊട്ടാസ്യം നൈട്രേറ്റും കൂടെ കമ്പൈൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, KCl-ഉം AgNO3-യും. നമ്മൾ അക്വസ് സൊല്യൂഷനിലാണ് ഈ റിയാക്ഷൻ നടക്കുന്നതെങ്കിൽ KCl പ്രസിപ്പിറ്റേറ്റ് ചെയ്യോ, ഇല്ല. KCl വാട്ടറിൽ സോല്യൂബിളാണ്, അപ്പോൾ അത് KCl വാട്ടറിൽ കിടക്കും. പക്ഷേ ലിക്വിഡ് അമോണിയയിൽ KCl ഇൻസോല്യൂബിളാണ്, അപ്പോൾ അതിനെന്ത് നടക്കും, പ്രസിപ്പിറ്റേഷൻ നടക്കും. ഓക്കെ, അപ്പോൾ ഇതല്ലല്ലോ നമ്മൾ വാട്ടറിൽ നമുക്ക് കിട്ടുക, അത് വാട്ടറിൽ നടക്കുന്നതിൻ്റെ നേരെ ഓപ്പോസിറ്റ് റിയാക്ഷനാണ്. വാട്ടറിൽ എന്താ നടക്കുക, വാട്ടറിൽ AgCl-ഉം KNO3-യും കൂടെ റിയാക്ഷൻ നടന്നു കഴിഞ്ഞാൽ KCl-ഉം AgNO3-യും കിട്ടും. പക്ഷേ ഈ വാട്ടറിൽ AgNO3 ആയിരിക്കും എന്ത് ചെയ്യുന്നുണ്ടാവുക, പ്രസിപ്പിറ്റേറ്റ് ചെയ്യുന്നുണ്ടാവുക. ഓക്കെ, അപ്പോൾ ഇതാണ് റിയാക്ഷൻ വിച്ച് occur in a reverse manner to what happens in aqueous solution. ഓക്കെ, ഇനി വേറെ എക്സാമ്പിളാണ് AgBr പ്ലസ് BaNO3 twice gives BaBr2 പ്ലസ് 2AgNO3. BaBr2 ആണ് ലിക്വിഡ് അമോണിയയിൽ പ്രസിപ്പിറ്റേറ്റ് ചെയ്യുക, അത് ലിക്വിഡ് അമോണിയയിൽ ഡിസോൾവ് ആവില്ല. വേറൊരു എക്സാമ്പിളാണ് AgCl പ്ലസ് BaNO3 twice gives BaCl2 പ്ലസ്
ടു AgNO3 ബേരിയം ക്ലോറൈഡ് ആണ് അവിടെ പ്രസിപ്പിറ്റേഷൻ നടക്കുക. അപ്പോൾ വാട്ടറിൽ നടക്കുന്ന പോലെ അമോണിയയിലും ലിക്വിഡ് അമോണിയയിലും പ്രസിപ്പിറ്റേഷൻ റിയാക്ഷൻ നടക്കുന്നുണ്ട്. പക്ഷേ വാട്ടറിൽ നടക്കുന്നതിൻ്റെ റിവേഴ്സ് മാനറിലാണ് ലിക്വിഡ് അമോണിയയിൽ പ്രസിപ്പിറ്റേഷൻ റിയാക്ഷൻ നടക്കുന്നത്. ഇനി റിയാക്ഷൻസ് ഒക്കർ ഇൻ ലിക്വിഡ് അമോണിയ ബട്ട് നോട്ട് ഇൻ വാട്ടർ. ലിക്വിഡ് അമോണിയയിൽ മാത്രം നടക്കുന്ന റിയാക്ഷൻസ്, പക്ഷേ ഈ റിയാക്ഷൻസ് ഒന്നും എന്തെല്ലാം വാട്ടറിൽ നടക്കില്ല. അങ്ങനെയുള്ള കുറച്ച് എക്സാമ്പിളാണ് ഈ കൊടുത്തിരിക്കുന്നത്. NH4Cl plus Ki gives KCl plus NH4i. ZnNO3 twice plus 2NH4i gives ZnI2 plus 2NH4NO3. SrNO3 twice plus 2NH4Br gives SrBO2 plus 2NH4NO3. Okay. ഇനി reactions that occur in liquid ammonia in a manner similar to that in water. വാട്ടറിൽ പോലെ റിയാക്ഷൻസ് നടക്കുന്ന ചില റിയാക്ഷൻസ് ഉണ്ട്. വാട്ടറിലെ പോലെ പ്രസിപ്പിറ്റേഷൻ നടക്കുന്ന ചില റിയാക്ഷൻസ്, അതാണ് നമ്മൾ ഇനി പറയുന്നത്. അതായത് NH4 twice S സൊല്യൂഷൻ ഇൻട്രാക്ട് വിത്ത് AgNO3 സൊല്യൂഷൻ ടു yield precipitates of corresponding metal sulfides. അക്വസ് മീഡിയത്തിൽ അങ്ങനെ തന്നെയാണ് സംഭവിക്കുക. Ag2S പ്രസിപ്പിറ്റേറ്റ് ചെയ്യും. ഓക്കെ, NH4 twice S plus CdNO3 twice in liquid ammonia gives Cd cadmium sulfide plus 2NH4NO3. ഇവിടെയൊക്കെ അക്വസ് സൊല്യൂഷനിലും അങ്ങനെ തന്നെയാണ് റിയാക്ഷൻസ് നടക്കുന്നത്. അപ്പോൾ പ്രസിപ്പിറ്റേഷൻ റിയാക്ഷൻ എന്ന് പറയുമ്പം നമ്മൾ വാട്ടറിൽ നടക്കുന്ന പോലെ തന്നെ സോലിബിലിറ്റി കുറവുള്ള സബ്സ്റ്റൻസ് സാൾട്ടുകൾ എന്ത് ചെയ്യും, പ്രസിപ്പിറ്റേറ്റ് ചെയ്യും. അതുപോലെ തന്നെയാണ് അമോണിയയിൽ സോലിബിലിറ്റി കുറവുള്ള സബ്സ്റ്റൻസുകൾ പ്രസിപ്പിറ്റേറ്റ് ചെയ്യുന്നതാണ് ലിക്വിഡ് അമോണിയയിലെ പ്രസിപ്പിറ്റേഷൻ റിയാക്ഷൻ. പക്ഷേ മിക്കവാറും റിയാക്ഷൻസ് ഒക്കെ എന്താണ്, റിവേഴ്സ് മാനറിലാണ്. വാട്ടറിലുള്ള റിയാക്ഷൻസിൻ്റെ റിവേഴ്സ് മാനറിലാണ് റിയാക്ഷൻസ് ഒക്കെ നടക്കുന്നത്. റിവേഴ്സ് മാനറിൽ നടക്കുന്ന റിയാക്ഷൻസിന് എക്സാമ്പിളാണ് ഈ കൊടുത്തിരിക്കുന്നത്. പിന്നെ വാട്ടറിൽ നടക്കാതെ അമോണിയയിൽ മാത്രം നടക്കുന്ന റിയാക്ഷൻസാണ് ഈ 3 എണ്ണം. അതുപോലെ വാട്ടറിനോട് സെയിം ആയിട്ട് നടക്കുന്ന റിയാക്ഷൻസാണ് ഈ കാണിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാനുള്ളത്. മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഓക്കെ, താങ്ക് യു.